കേരളം കാലാവസ്ഥ അഭയാർത്ഥികളുടെ നാട്. കുട്ടനാട് നിന്ന് നിരവധി ആളുകൾ വസ്തു വിറ്റ് കുറച്ചുകൂടി ഉയർന്ന സ്ഥലങ്ങളിലേക്ക്, ചങ്ങനാശ്ശേരി പോലുള്ള അപ്പർ കുട്ടനാട് പ്രദേശത്തേക്ക്, ലോവർ കുട്ടനാടിലുള്ളവർ വസ്തുക്കൾ വിറ്റും അല്ലെങ്കിൽ വെറുതെ ഇട്ടിട്ടും അല്ലെങ്കിൽ കൃഷിക്ക് മാത്രമായിട്ടായിട്ട് വീടുകൾ അടച്ചിട്ടിട്ട് അല്ലെങ്കിൽ വാടകയ്ക്ക് കൊടുത്തിട്ട് അവർ മാറി എന്നുള്ള വാർത്ത ഞാൻ വളരെ നേരത്തെ ചെയ്തിരുന്നു. അപ്പം ചിലരെങ്കിലും നെറ്റിച്ചുളിച്ചു, കേരളത്തിൽ ഇതൊക്കെ നടക്കുമോ? നടന്നുകൊണ്ടിരിക്കുന്നു. കേരളം ക്ലൈമാറ്റ് റെഫ്യൂജീസിൻ്റെ നാടായിക്കൊണ്ടിരിക്കുന്നു. കാലാവസ്ഥ അഭയാർത്ഥികളുടെ നാടാണിപ്പോൾ കേരളം. തീരദേശത്ത് നിന്ന് ഒരുപാട് ചെറുപ്പക്കാരും ആളുകളും തീരദേശത്ത് നിന്ന് താമസം മാറ്റിയിട്ടുണ്ട് കേരളത്തിൽ. ഞാനിത് ഡേറ്റയുടെ ബേസിലാണ് സംസാരിക്കുന്നത്. അവർ സൊമാറ്റോയിലും സ്വിഗ്ഗിയിലുമൊക്കെ ജോലി ചെയ്യാനും കെട്ടിട നിർമ്മാണ ജോലി ചെയ്യാനുമൊക്കെ ധാരാളം മത്സ്യത്തൊഴിലാളികളുടെ മക്കൾ കടയിൽ നിൽക്കാനും ഒക്കെ, ഷോപ്പിൽ നിൽക്കാനും മറ്റ് ജോലികൾ ചെയ്യാനുമൊക്കെ സാധാരണ ജനങ്ങൾ അവിടെ നിന്ന് മാറി കുറച്ചുകൂടെ സുരക്ഷിതമായ സ്ഥലങ്ങളിലേക്ക് അവർ മാറിയിട്ടുണ്ട്. തീരദേശത്ത് നിന്ന് കാലാവസ്ഥ അഭയാർത്ഥികൾ ധാരാളം ഉണ്ടായി വരുന്നു. ഇടുക്കിയിലെ ഏലക്കാടുകളിലും ഇഞ്ചിക്കാടുകളിലും അതുപോലെ തന്നെ കുരുമുളക് തോട്ടങ്ങളിലുമൊക്കെ ഉണ്ടായ വലിയ കൃഷിനാശം കൊണ്ട് ധാരാളം ആളുകൾ ഇടുക്കി വിട്ട് താഴേക്ക് വരുന്നുണ്ട്. ഒരുപാട് ആളുകൾ തമിഴ്നാട്ടിലോട്ട് പോയിട്ടുണ്ട്, മറ്റ് സ്റ്റേറ്റുകളിലേക്ക് പോയിട്ടുണ്ട്. അപ്പോൾ മലനിരകളിൽ നിന്നുള്ള ക്ലൈമാറ്റ് റെഫ്യൂജീസ് ഉണ്ടായിക്കൊണ്ടുവരുന്നു. ഉരുൾപൊട്ടലുണ്ടായ നാടുകളിൽ നിന്ന് ആളുകൾ മാറി സ്ഥിരമായി പോവുകയാണ്, പിന്നെ അങ്ങോട്ട് തിരിഞ്ഞു പോകുന്നില്ല. ഇടനാട് പ്രദേശത്തേക്ക് കംപ്രസ് ചെയ്യുകയാണ് കേരളം. ഇനി ഇടനാട് പ്രദേശത്തേക്ക് ഇത് കംപ്രസ് ചെയ്യുമ്പോൾ അവിടെ ഉണ്ടാക്കാൻ പോകുന്ന ദുരന്തങ്ങൾ എന്താണെന്ന് നമുക്ക് അറിയില്ല. വളരെ ദീർഘവീക്ഷണത്തോടുകൂടിയുള്ള പ്രവർത്തനങ്ങൾ കേരളങ്ങൾ ചെയ്തില്ലെങ്കിൽ വലിയ പ്രതിസന്ധി കേരളം കൊടുക്കേണ്ടി വരും, വലിയ വില കൊടുക്കേണ്ടി വരും കേരളം. തീരദേശത്തെ ആളുകൾ തീരദേശം സുരക്ഷിതമല്ല എന്നും കടലിൽ പോകാൻ കഴിയുന്നില്ല എന്ന് പറഞ്ഞാണ് അവർ അഭയാർത്ഥികളായി മാറുന്നത്. ഇന്ത്യയിൽ കേരളത്തിലാണ് ഈ ക്ലൈമാറ്റ് റെഫ്യൂജീസ് എന്ന് പറയുന്നത് പുതിയ ഒരു പ്രതിഭാസം. നേരത്തെ ക്ലൈമാറ്റ് റെഫ്യൂജീസ് ഇവിടെ ഉണ്ടായിരുന്നു. ക്ഷാമം വന്നിരുന്നു കേരളത്തിൽ. രാജാവിൻ്റെ കാലത്ത് കപ്പയില്ല. അന്ന് മലേഷ്യയിൽ നിന്ന് കൊണ്ടുവരുന്നതിന് മുമ്പ് കപ്പയും ഇല്ല. പുല്ല് കഴിച്ചിരുന്നു ആളുകൾ. വെള്ളം മാത്രം കുടിച്ച് പുല്ല് മാത്രം കഴിച്ചിരുന്ന, പറമ്പിലിറങ്ങി അവിടെ കിട്ടുന്ന പുല്ല് പറിച്ച് ഒന്ന് കഴിച്ചു നോക്കും, വിശപ്പ് മാറുകയാണെങ്കിൽ മരിക്കില്ല, അസുഖമൊന്നും വരില്ല, വീണ്ടും അത് തന്നെ കഴിക്കും. അങ്ങനെ പുല്ല് കഴിച്ച് ജീവിച്ചിരുന്ന ഒരു ക്ലൈമാറ്റിക് സിറ്റുവേഷൻ ഉണ്ടായിരുന്നു ഇവിടെ. അവിടെ നിന്നാണ് മലയാളി ഇടുക്കിയിലും വയനാട്ടിലും പാലക്കാടും ഒക്കെ മല കയറാനും മലയിൽ പോയി താമസിക്കാനും രാജാവ് രാജ്ഞിയൊക്കെ ഓർഡർ കൊടുത്തും കുറേ പേര് കുടിയേറ്റക്കാരായത്. പിന്നെ കയ്യേറ്റക്കാർ വേറെ, അത് വേറെ കഥ. പിന്നെ ഇവിടെ നിന്ന് കുറേ ആളുകൾ ഗൾഫ് രാജ്യങ്ങളിലേക്ക്, വിദേശ രാജ്യത്ത് പോയതോടുകൂടിയാണ് നമ്മൾ രക്ഷപ്പെട്ടത്. അല്ലെങ്കിൽ ഇതിനു മുമ്പേ ക്ലൈമാറ്റിക് റെഫ്യൂജീസിന്റെ നാടായി കേരളം മാറുമായിരുന്നു. 70കളിൽ 80കളിൽ ബംഗാളിൽ ഉണ്ടായ ക്ഷാമത്തിൻ്റെയും വെള്ളപ്പൊക്കത്തിൻ്റെയും വരൾച്ചയുടെയൊക്കെ തുടർച്ചയായി ഉണ്ടായ പ്രശ്നങ്ങളുടെ ഫലമായിട്ടാണ് അന്നവിടെ ഉണ്ടായിരുന്ന വലിയൊരു വിഭാഗം ജനങ്ങൾ സ്വന്തം കുഞ്ഞുങ്ങളെയൊക്കെ എടുത്തുകൊണ്ട് പലായനം ചെയ്തു. അവർക്ക് മക്കളെ ഒന്നും പഠിപ്പിക്കാൻ പറ്റിയില്ല. അതിൽപ്പെടുന്ന മഹാഭൂരിപക്ഷമാണ് ഇപ്പോൾ 40 വയസ്സും 50 വയസ്സുമായി കേരളത്തിൽ വന്ന് പണിയെടുക്കുന്ന ആസാമിൽ നിന്ന് വരുന്നവരും ബംഗാളിൽ നിന്ന് വരുന്നവരും ക്ലൈമാറ്റിക് റെഫ്യൂജീസ് ആണ്, കാലാവസ്ഥ അഭയാർത്ഥികളാണ്. മോഹൻജദാരോ ഹാരപ്പ സംസ്കാരം ഇല്ലാതായത് ഒരു കാലാവസ്ഥയുടെ മാറ്റത്തിൽ കൊണ്ടാണ്, പ്രളയത്തിന്റെ ഫലമായിട്ടാണ്. ലോക സംസ്കാരങ്ങളെല്ലാം, നാഗരികതകളെല്ലാം, ലോകത്ത് നാളിതുവരെ ഉണ്ടായിട്ടുള്ള എല്ലാ നാഗരികതകളും ഒരെണ്ണമില്ലാതെ എല്ലാ നാഗരികതകളും നിശ്ചിത വർഷം കഴിയുമ്പോൾ കടലെടുത്ത് പോവുക, ഉരുൾപൊട്ടലുണ്ടാവുക, പ്രളയമുണ്ടാവുക, വരൾച്ച ഉണ്ടാവുക. ക്ലൈമാറ്റിക് റെഫ്യൂജീസുകൾ അവിടെയെല്ലാം ഉണ്ടായിട്ടുണ്ട്. വിദേശ രാജ്യങ്ങളിൽ ഉണ്ടായിട്ടുണ്ട്, ഗൾഫ് രാജ്യങ്ങളിൽ ഉണ്ടായിട്ടുണ്ട്, യൂഫ്രട്ടീസ് ടൈഗ്രീസ് നദിയുടെ തീരത്തുണ്ടായിട്ടുണ്ട്, ഹൊയാങ്ഹോയുടെ തീരത്തുണ്ടായിട്ടുണ്ട്, ചൈനയിലെ വോൾഗയുടെ തീരത്തുണ്ടായിട്ടുണ്ട്, റഷ്യയുടെ. ഇന്ത്യയിലെ സരസ്വതി നദി നഷ്ടപ്പെട്ടിരുന്നു. ഉണ്ടെന്നും ഇല്ലെന്നും തർക്കമുണ്ട് ഇപ്പോഴും, പക്ഷെ അത് നഷ്ടപ്പെട്ടിരുന്നു. ഉണ്ടെങ്കിൽ അത് നഷ്ടപ്പെട്ടു. വലിയ ക്ലൈമാറ്റിക് റെഫ്യൂജീസ്
കാലാവസ്ഥാ അഭയാർത്ഥികൾ ലോകത്താകെ പല ഘട്ടങ്ങളിലും സംഭവിച്ചിട്ടുണ്ട്. ഇന്ത്യയിൽ പല റൗണ്ട് സംഭവിച്ചിട്ടുണ്ട്. പക്ഷെ കേരളത്തിന് അത് ചിരപരിചിതമായിരുന്നില്ല. പക്ഷെ ഇന്നിപ്പോൾ കുട്ടനാട് നിന്നും തീരപ്രദേശത്ത് നിന്നും ഇടുക്കിയിൽ നിന്നും വയനാട് നിന്നുമൊക്കെ ധാരാളം ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും അഭയാർത്ഥികളായി പോകുന്നുണ്ട്. ധാരാളം ആളുകൾ പോകുന്നുണ്ട്. സുരക്ഷിതമല്ല തങ്ങളുടെ നാട് എന്ന് തോന്നൽ അവർക്കുണ്ട്. പ്രളയം അതിരൂക്ഷമായ കാലത്ത് ഇംഗ്ലണ്ടിലേക്ക് പോയ തൃശ്ശൂരിൽ നിന്നുള്ളൊരു ഫാമിലി, ഡോക്ടറാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എൻ്റെ അന്ന് ആ കാലത്തെ വീഡിയോകളും ചാനൽ ചർച്ചകളും ഒക്കെ കണ്ടിട്ട് അദ്ദേഹം നമ്പർ എവിടെ നിന്നും എടുത്തിട്ട് എന്നെ വിളിച്ചു. ഡോക്ടർ സുഭാഷ് ചന്ദ്രബോസിലെ, അതെ, താങ്കൾ ഈ ദുരന്തത്തെക്കുറിച്ചൊക്കെ പറയുന്നുണ്ടല്ലോ, അങ്ങനെയാണെങ്കിൽ ഞാൻ എനിക്ക് തൃശ്ശൂരിൽ കുറച്ച് സ്ഥലമുണ്ട്, അതായത് ചാലക്കുടിക്കാരനാണ്, ചാലക്കുടിയിൽ കുറച്ച് സ്ഥലമുണ്ട്. പക്ഷെ ചാലക്കുടി പുഴയുടെ ഫ്ലഡ് വന്നതുകൊണ്ട് ഇനി അങ്ങോട്ട് പോയി താമസിക്കാൻ മനസ്സ് അനുവദിക്കുന്നില്ല, ഒരു പേടിയുണ്ട് എനിക്ക്. അപ്പം ഞാൻ സാർ കുഴപ്പമില്ല, ചാലക്കുടി പുഴയുടെ വസ്തു വിറ്റിട്ട് സാറിന് വേറെ എവിടെയും വാങ്ങാം. അപ്പോൾ എന്നോട് ചോദിച്ചൊരു ചോദ്യമുണ്ട്, ഇനി പകരം എവിടെയാണ് കേരളത്തിൽ സുരക്ഷിതമായി വാങ്ങി താമസിക്കുക? ഞാൻ എന്താണ് അദ്ദേഹത്തിനോട് പറയേണ്ടതെന്ന് എനിക്ക് അന്നും അറിയില്ല, ഇന്നും അറിയില്ല. കേരളത്തിലെ സേഫ് സോൺ ഏതാണ്? മലനിരകളാണോ, തീരദേശമാണോ, ഇടനാടാണോ, മുല്ലപ്പെരിയാർ ഡാമിൻ്റെ താഴെയാണോ, മുകളിലാണോ? എവിടെയാണ് സേഫ് സോൺ? സുരക്ഷിത സോൺ എവിടെയാണ്? ഒരു പിടിയുമില്ല. അങ്ങനെ ക്ലൈമാറ്റിക് റെഫ്യൂജീസിൻ്റെ, കാലാവസ്ഥ അഭയാർത്ഥികളുടെ നാട് കൂടിയായി കേരളം മാറുകയാണ്. ഒരു വളരെ പ്രധാനപ്പെട്ട കാര്യം, ഇതൊക്കെ സൈലൻ്റായി നടക്കുന്ന ചേഞ്ചസ് ആണ്. ഈ സൈലൻറ്റ് ചേഞ്ചസ് നമ്മൾ മനസ്സിലാക്കാതെ നമ്മളിപ്പോഴും അഗ്നിപർവ്വതത്തിൻ്റെ മുകളിൽ കയറിയിരിക്കുന്ന തപസ് ചെയ്യുന്ന ആളുകളെ പോലെ താഴെ ചൂട് പിടിക്കുമ്പോഴും മഞ്ഞുരുകുമ്പോഴും വെള്ളം ഇല്ലാതാവുമ്പോഴും അല്ലെങ്കിൽ വെള്ളം പ്രളയമുണ്ടാകുമ്പോഴും താഴെ ഇതെല്ലാം സംഭവിക്കുകയാണ്. അപ്പോൾ നമ്മൾ മുകളിൽ കയറിയിരുന്നിട്ട് പൂവൻകോഴി കൂവുന്നത് പോലെ കത്തുന്ന വീടിൻ്റെ മുകളിൽ കയറിയിരുന്ന് പൂവൻകോഴി കൂവുകയാണ്. കാര്യം താഴെയാണ് തീ, മുകളിൽ എത്തിയിട്ടില്ല. പൂവൻകോഴി കൂവുകയാണ്, ഞങ്ങൾ ഒന്നാണ്, ഞങ്ങൾ മാതൃകയാണ്, ഞങ്ങളെ കണ്ടുപിടിക്കൂ, ഇങ്ങോട്ട് വരൂ എന്നാണ് പറയുന്നത്. ഒരു വികസനവുമില്ല, മാതൃകയില്ല, ഒന്നുമില്ല. വളരെ കൃത്യമാണ് കേരളത്തിൻ്റെ ദുരന്ത ഭൂമിയാകുന്ന കഥ. കൃത്യമായി ഇത് മനസ്സിലാക്കിയാൽ നമുക്കിവിടെ മര്യാദയ്ക്ക് കുറച്ചു കാലം കൂടെ ജീവിക്കാം. എന്തായാലും കടലെടുത്തോ മലയിടിഞ്ഞോ കേരളം ഇല്ലാതാവുന്നു എന്ന് തന്നെയാണ്. അറം പറ്റുന്ന രീതിയിൽ ആവാതിരിക്കട്ടെ എൻ്റെ വാക്കുകൾ. കടലെടുത്തോ മലയിടിഞ്ഞോ കേരളത്തിന് വലിയ ദുരന്തങ്ങളാണ് കാത്തിരിക്കുന്നത്. ഈ വീഡിയോ ആർക്കൈവിൽ കിടക്കും. ഞാൻ കഴിഞ്ഞ മാസം പറഞ്ഞു ആഗസ്റ്റ് മാസം ശ്രദ്ധിക്കണമെന്ന്. തുടക്കത്തിൽ തന്നെ പ്രളയം വന്നു. അപ്പോൾ പലരും ചോദിക്കും, ഇതിൻ്റെ കമൻറ്റിൻ്റെ താഴേക്കൊന്ന് ഇയാൾ പ്രവാചകനാണോ? അല്ലേ അല്ല. കഴിഞ്ഞ 10-35 വർഷക്കാലമായി കേരളത്തിൻ്റെ പരിസ്ഥിതി, കാലാവസ്ഥ, ജലം, ദുരന്ത പരിപാലന മേഖലകളിലെ ഒരു നിരീക്ഷകൻ മാത്രമായിട്ട് നിങ്ങൾ കണക്കാക്കിയാൽ മതി. മറ്റൊരു ശാസ്ത്രജ്ഞനും ഡയറക്ടറും സാങ്കേതിക വിദഗ്ധനും ഒന്നും നോക്കണ്ട. ഒരു സാധാരണ മനുഷ്യൻ്റെ നിരീക്ഷണമായി മാത്രം കാണുക. ഇപ്പോഴെൻ്റെ നിരീക്ഷണം കൃത്യമായി ക്ലൈമാറ്റിക് റെഫ്യൂജീസുകളുടെ നാടായി കേരളം മാറിക്കൊണ്ടിരിക്കുകയാണ്.